പ്രേതമില്ല എന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പ്രേതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന എന്നെപ്പോലെയുള്ള കുറേ ആൾക്കാരുണ്ട്. പ്രേതം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആ ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളിത് കാണണം. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പ്രേതവിശ്വാസികളായി മാറും, ദൈവവിശ്വാസികളായി മാറും. അത്ര ഭയങ്കരമായൊരു കഥയാണ് നമ്മൾ പറയാൻ പോണത്. 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായൊരു കഥയാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് ഈ സംഭവം നടക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് നമ്മുടെ കേരളത്തിൻ്റെയും പാലക്കാടിൻ്റെ അതിർത്തി ജില്ലയായ അവിടെ ഒരു സിനിമ കൊട്ടായി വിറ്റ് ബന്ധപ്പെട്ട ഒരു സിനിമ ടാക്കീസ്, ഓല ടാക്കീസ്. അപ്പോൾ ആ ഓല ടാക്കീസായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വലിയൊരു സംഭവമാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ കഥാനായകൻ ഗോപൻ, അവനൊരു ഫിലിം റെപ്രസെൻറ്റേറ്റീവാണ്. പല തിയേറ്ററിലും അന്നത്തെ കാലത്ത് ഓല ഷെഡുകളെ കൂടുതൽ ABC, ഈ C വിഭാഗത്തിൽ പറഞ്ഞാണ് ഓല ഷെഡുകൾ. ഏറ്റവും കൂടുതൽ ഓല ഷെഡുകളാണ്. പിന്നെ B, പിന്നെ A ക്ലാസ് വളരെ കുറവാണല്ലോ. അപ്പോൾ സെഞ്ച്വറി ഫിലിംസിലത്തെ ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ആകുമ്പോൾ വരും. അപ്പോൾ ഫിലിം പെട്ടി കൊണ്ടുപോകണം, ഇന്നത്തെ പോലെ സാറ്റലൈറ്റ് ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു പടം കൊണ്ടുചെന്ന്, അന്ന് ചെന്ന പടം എന്ന് വെച്ചാൽ മൊരട്ട് കാളെ, രജനീകാന്തിൻ്റെ മൊരട്ട് കാളെ. നല്ല കളക്ഷൻ കിട്ടുന്ന പടം. അന്നൊക്കെ ശനി ഞായറും മാത്രം മാറ്റിനിയുള്ളൂ. അത്രയും എല്ലാ ദിവസം മാറ്റിനി കാണാനുള്ള ആൾക്കാരൊന്നും കിട്ടില്ല. അപ്പോൾ ശനി ഞായറും ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ആൾക്കാർ ജോലിക്ക് പോകണമാണ്. ശനി ഞായറും മാറ്റിയുള്ളൂ. ചില സ്ഥലങ്ങളൊക്കെ വെള്ളി ശനി ഞായറും മാറ്റിന്ന് എഴുതിയേക്കും അന്ന് വാൾ പോസ്റ്റ് ഒട്ടിക്കുമ്പോൾ. അങ്ങനെ ഇവൻ നമ്മുടെ ഗോപൻ അവിടേക്ക് അറ്റൻഡ് ചെയ്യാൻ ചെന്നിട്ട് അവിടെ ചെന്നപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓല ഷെഡാണ്. അതിൻ്റെ ബാക്കിലായിട്ടാണ് ഒരുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് താമസിക്കാൻ ഒരു റൂമുണ്ടാവും, ഒരു ബാത്റൂം ഉണ്ടാവും. അപ്പോൾ അവർ 2 ആഴ്ച 1 മാസം ആ പടം കളിച്ച് കഴിഞ്ഞാൽ 1 മാസം ആ തിയേറ്ററിൽ തന്നെ അവിടെ കിടക്കണം. അവിടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവർക്ക് റൂമുണ്ടാവും, അവിടെ കിടക്കണം അവർ. അതിപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സാറ്റലൈറ്റ് ആയി വന്നാലും റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. ഇപ്പോൾ എല്ലാ ഓരോ റെപ്രസെൻറ്റേറ്റീവ് ഓരോ പടത്തിനും ഉണ്ടാവും. അന്നത്തെ കാലത്ത് 35 രൂപ ബാറ്റ. 35 രൂപ എന്ന് പറഞ്ഞാൽ അവർക്ക് ശമ്പളമൊന്നുമില്ല, ഈ ബാറ്റ മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു ദിവസം അവർക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 450 രൂപയുണ്ട് ഒരു ദിവസം. ശമ്പളം ഇല്ല കേട്ടോ. വേറെ എന്തെങ്കിലും നക്കാപ്പിച്ചൊക്കെ അന്നത്തെ കാലത്ത് കിട്ടുമായിരുന്നു. 10 ആളെ ടിക്കറ്റിലാണ്ട് കയറ്റി കഴിഞ്ഞാൽ GC എന്ന് പറഞ്ഞിട്ട് പൈസ കിട്ടും. അതൊക്കെ തിയേറ്ററായാലും ഇവരും കൂടി പപ്പാതി കൊടുക്കും, കമ്പനിക്ക് കൊടുക്കണ്ട. കമ്പനി അറിയില്ല, കമ്പനിയുടെ ആളാണല്ലോ ഇദ്ദേഹമാണല്ലോ കക്കണത്. അപ്പോൾ പിന്നെ അങ്ങനെയാണ് അന്നത്തെ കാലത്ത് റെപ്രസെൻറ്റേറ്റീവൊക്കെ ജീവിച്ച് പറഞ്ഞത്. എന്നിരുന്നാലും നല്ലൊരു ജോലിയാണ്, വലിയ അധ്വാനമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഈ സെൽവരാജന് അപ്പോൾ ഒരു തമിഴ് മലയാളം കൂടി, അച്ഛൻ തമിഴ്നാട്ടുകാരനും അമ്മ മലയാളിയായിട്ട് അങ്ങനെ കല്യാണം കഴിച്ചുള്ളൊരു ചെറിയൊരു പൈസക്കാരനാണ്. അന്നൊക്കെ പൈസക്കാർക്കാണ് തിയേറ്റർ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആ തിയേറ്ററിലേക്ക് ഇവൻ മുരട്ടുകാളെ എന്ന് പറഞ്ഞ രജനീകാന്തിൻ്റെ പടം കൊണ്ട് ചെല്ലണം. ആ പടം അവിടെ 2 ആഴ്ച കളിച്ചു. ഇന്നിപ്പോൾ അന്നത്തെ കാലത്ത് 2-ാം വാരം 3-ാം വാരം എന്നൊക്കെ വാൾ പോസ്റ്റ് ഒട്ടിക്കും. ഇന്നിപ്പോൾ 2-ാം വാരം എന്നുള്ള വാൾ പോസ്റ്റ് നമുക്ക് ഒരിക്കലും കാണാനില്ല. അന്ന് ആ പടം 2-ാം വാരം കളിക്കുക. 2-ാം വാരം കളിക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് അവിടെ വെച്ചിട്ട് തിയേറ്ററിൽ വന്നിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് ചെറിയൊരു ഇതായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോക്ക് കേസാണ്. ആ തിയേറ്ററിൻ്റെ അവിടെ കുറച്ച് നീങ്ങിയിട്ടാണ് ആ സ്ത്രീയുടെ വീട്. അപ്പോൾ ഇതിനു മുമ്പ് അവിടെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിചയമുണ്ട്. അങ്ങനെ സ്ത്രീയോട് ചോദിച്ചു, അത് സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് വരുമോ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അയ്യോ അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഉണ്ട്, നടന്ന് വരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, ഞാൻ സൈക്കിളിൽ നമുക്കിട്ട് കൊണ്ടുപോരാന്ന് പറഞ്ഞു. ഓക്കെ, അത് പെണ്ണ് സമ്മതിച്ചു. ഞാൻ പുറത്തിറങ്ങി നിൽക്കാമെന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് മൊബൈലൊന്നും ഇല്ലല്ലോ. ആ പുറത്തിറങ്ങി നിൽക്കാമെന്ന് പറഞ്ഞു. ഞാൻ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ആ പെണ്ണ് വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് പെണ്ണ് ഫസ്റ്റ് ഷോയ്ക്ക് വന്നിരുന്നുണ്ട്. ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഇവർ അഡ്ജസ്റ്റ് ചെയ്തു. സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് വരാമെന്നുള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയി. അത് കഴിഞ്ഞ് സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് എല്ലാവരും പോയി. പിന്നെ ആ തിയേറ്ററിൽ ഇവൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഭാഗത്തൊക്കെ വീടുകളൊന്നും വളരെ കുറവാണ്. റബ്ബർ എസ്റ്റേറ്റും ഒരു സൈഡിലെ റബ്ബർ എസ്റ്റേറ്റ്, അങ്ങനെ റോഡ്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. ആൾ സഞ്ചാരം വളരെ കുറവാണ്. അപ്പോൾ സെക്കൻഡ് ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശത്ത് ആ തിയേറ്ററിൽ ഉറങ്ങുന്ന ആൾ ഇവൻ മാത്രമേ ഉള്ളൂ. ഏത് റെപ്രസെൻറ്റേറ്റീവ് ആയാലും അവിടെ ഉറങ്ങാം. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവൻ ഈ വാൾ പോസ്റ്റ് ഒട്ടിക്കാൻ പോകുന്ന ചെക്കൻ്റെ സൈക്കിൾ തിയേറ്ററുകാർ അവിടെ വെച്ചിട്ടുണ്ട്. ആ സൈക്കിൾ എടുത്ത് അവൻ ചെന്നു. അവിടെ നിന്നിട്ട് അവളോടൊരു കള്ളിമുണ്ടൊക്കെ കൊടുത്ത് തലയിലൊരു കെട്ടൊക്കെ കെട്ടി മൂപ്പര് അന്നൊക്കെ സൈക്കിളിൻ്റെ ഫ്രണ്ടിലിരുത്തിയിട്ടാണ് ആൾക്കാർ ചവിട്ടിക്കൊണ്ട്, അതിൻ്റെ ഫ്രണ്ടിലിരുത്തി ചവിട്ടി അങ്ങനെ ഈ ഇവൻ്റെ റൂമിലേക്ക് വന്ന് അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഇവൻ തന്നെ സൈക്കിളിൽ അതിനവിടെ കൊണ്ടാക്കി പൈസയും കൊടുത്തു. അത് കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നു. അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ ഒരു 2 മണി 2:30 അങ്ങോട്ടായി രാത്രി. അങ്ങനെ മൂപ്പര് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കിടന്നു.
ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ദേഹത്ത് ആരോ ഐസ് കൊണ്ടുവയ്ക്കണ പോലെ ഗംഭീര തണുപ്പ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ തണുപ്പാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ കൈ എപ്പോഴും തണുപ്പാണ്ടാവുക. അതേപോലെ ഗംഭീര തണുപ്പ്. ഇവ പതുക്കെ ഈ തണുപ്പ് ഇങ്ങനെ കയറി വന്നപ്പോൾ പെട്ടെന്ന് നല്ല ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നോക്കിയപ്പോൾ ഇവൻ്റെ കട്ടിൽമേ രണ്ടാൾ കറുത്തിട്ടുള്ള രണ്ടാൾക്കാർ ഇരുന്നിട്ട് ഒരു കറുത്ത രൂപം രണ്ടൊരാളായിട്ട് തോന്നിയത്. ആളിരുന്നിട്ട് ഇവൻ്റെ മേലിങ്ങനെ പിടിച്ചു നോക്കുക. ഒരാൾ കാൽമ പിടിച്ചിട്ടുണ്ട്, ഒരാൾ കയ്യമ്മ പിടിച്ചിട്ടുണ്ട്, ബെല്ലായിട്ട് പിടിച്ചു നോക്കുക. ഇവന് സംസാരിക്കാൻ പറ്റുന്നില്ല, വായിൽ നാക്കുണ്ടോയെന്നറിയില്ല. ഇവനാകെ ശവം പോലെയായി. ഇവന് പ്രതികരിക്കാനായിട്ട് ഒന്നും പറ്റിയില്ല. അങ്ങനെ ഇവനാകെ അങ്ങോട്ട് കണ്ണ് തുറപ്പിച്ച് അവിടെ കിടന്നു എന്നുള്ളതാണ്. നേരം വെളുത്തിട്ട് അതിൻ്റെ മുമ്പിൽ കുറച്ച് നേരിട്ട് ചായ കുടിക്കാമെന്ന് ചെല്ലാനാണ്. പക്ഷെ അന്ന് അവൻ ചെന്നില്ല. അത് കഴിഞ്ഞ് ഒരു 9 മണി 10 മണിയായപ്പോൾ തിയേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് 2 സ്ത്രീകൾ വരും, അടിച്ചു വരി ഒക്കെ ശരിയാക്കാനായിട്ട്. അവർ വന്നിട്ട് റെപ്രസെൻറ്റേറ്റീവിൻ്റെ റൂമിൽ വന്ന് നോക്കിയപ്പോൾ അവിടെ ഒരാൾ ചത്ത പോലെ കിടക്കണം. ചെന്ന് നോക്കിയപ്പോൾ മുഖത്ത് വെള്ളമൊക്കെ തെളിച്ചു. അവളേക്കും ശെൽവരാജ് എന്ന് പറഞ്ഞാൽ ആ തിയേറ്ററിൻ്റെ ഓണറുടെ പേര്. അയാളെ വിളിച്ചു വരുത്തിയിട്ട് വന്നു. വെള്ളമൊക്കെ തെളിച്ചപ്പം പതുക്കെ കണ്ണു തുറന്നു. അപ്പോഴും ശരീരം എണീക്കാൻ പറ്റില്ല അവൻ അങ്ങനെ കെടുക്കുക, കണ്ണ് തുറപ്പിച്ച് കെടുക്കുക. അപ്പോഴേക്കും എല്ലാവരും കൂടിയിട്ട് ആശുപത്രി കൊണ്ടുപോയി നോക്കിയപ്പോൾ ഇവൻ്റെ ഒരു ഭാഗം തളർന്നു. വലത് ഭാഗം അവൻ്റെ തളർന്നു, കൈയും കാലും തളർന്നു, ഒരു സൈഡ് അങ്ങോട്ട് പോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് ഇന്നലെ വൈകുന്നേരം അവർ ഉറക്കത്തിൽ പറ്റിയതാണ്, വല്ല സൈലൻ്റ് അറ്റാക്ക് വന്നിട്ടുണ്ടാവും, അതായിരിക്കും മൂപ്പർക്ക് ഇങ്ങനെയെന്ന് പറഞ്ഞു. മൂപ്പര് സംസാരിക്കാനും പറ്റുന്നില്ല, വായ തുറന്ന് നാവ് അങ്ങോട്ട് അനങ്ങണില്ല, നാവും മരം പോലെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് 2-3 ദിവസം ആശുപത്രിയിൽ കിടന്നുള്ള ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവന് നാവിന് ചലനശേഷി കിട്ടിയത്. ചലനശേഷി കിട്ടിയപ്പോഴാണ് ഇവൻ കാര്യങ്ങൾ പറയണത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ അന്നുണ്ടായ കാര്യങ്ങളൊക്കെ അവൻ എല്ലാവരോടും പറഞ്ഞു. അപ്പോഴാണ് അതിൻ്റെ മുതലാളി ശെൽവരാജ് വന്നിട്ട് ഇവനോടൊരു കാര്യം പറയണത്. അപ്പോൾ ചോദിച്ചു, നീ അവിടെ എന്തെങ്കിലും വല്ല കുരുത്തക്കേട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ? അപ്പോൾ ശെൽവരാജിനോടുള്ള കാര്യം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, പക്ഷെ അത് നീ ചെയ്തത് ശരിയായുള്ളൊരു കാര്യമല്ല. അപ്പോൾ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണ് പറയണത് അദ്ദേഹം, അവിടെ ഒരു പെണ്ണും ഒരാണും, പെണ്ണിൻ്റെ പേര് തുളസി എന്നാണ്, ആ കല്യാണം കഴിച്ച ആ ഭർത്താവിൻ്റെ പേര് മജീദ് എന്നാണ്. അവർ ഈ റൂമിൽ കിടന്നിട്ടാണ് അവർ മരിച്ചത്. വെറുതെ മരിക്കല്ല, അവർ ആത്മഹത്യ ചെയ്തത്. ഈ റെപ്രസെൻറ്റേറ്റീവ് റൂമോട് കൂടിയിട്ട് തന്നെ ഒരു ജനറേറ്റർ റൂമുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ജനറേറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പഞ്ചായത്ത് മുഴുവൻ കേൾക്കുക. അങ്ങനത്തെ ജനറേറ്ററാണ്, മണ്ണെണ്ണ ഒഴിച്ചിട്ടാണ് അത് ജനറേറ്റർ ഓൺ ചെയ്യുക. അപ്പോൾ ആ ജനറേറ്ററിലുള്ള മണ്ണെണ്ണ ഇവരുടെ റൂമിലുണ്ടായിരുന്നു. ആ മണ്ണെണ്ണ തലയിൽ ഒഴിച്ചിട്ട് ഇവർ 2 പേരും കൂടി ആ റൂമിൽ കിടന്നിട്ട് മരിച്ചതാണ്. ആ പെൺകുട്ടി അപ്പോൾ തുളസി അപ്പോൾ ഗർഭിണിയാണെന്നു എന്നാണ് പറയണത്. അപ്പോൾ ചോദിക്കാൻ നമ്മുടെ എന്താണ് പ്രശ്നം, ഗോപൻ ചോദിക്കുക എന്താണ് കാര്യം അങ്ങനെ മരിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വലിയൊരു കഥയുണ്ട്. കഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചാവക്കാട് ഉപ്പൂപ്പ പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ കടലോര പ്രദേശമാണ്. ആ കടലോര പ്രദേശത്താണ് ഈ ഉപ്പൂപ്പ പള്ളി. അതിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്ററും അകലെയായിട്ട് ഈ മജീദും തുളസിയും തൊട്ട് വീട്ടുകാരാണ്. മജീദ് മുസ്ലിം കാസ്റ്റ്, ഇവർ ഹിന്ദു കാസ്റ്റ്. അങ്ങനെ ഇവർ 2 പേരും അന്ന് മെഴുതിരി കമ്പനിയിലാണ് 2 പേരും ജോലി ഉണ്ടായിരുന്നത്. 2 പേരും ഒരുമിച്ച് പോയി, 2 പേരും സ്നേഹമായി, പ്രേമമായി. അങ്ങനെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 പേരും അടുത്തടുത്ത വീടാകുമ്പോൾ ഇവനാ വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഉറങ്ങി കഴിയുമ്പോൾ ഇവളെ വിളിക്കും. അവരങ്ങനെ വാഴത്തോപ്പിൽ എന്നും വൈകുന്നേരം കാണും. അങ്ങനെ ഈ പെൺകുട്ടി ഗർഭിണിയായപ്പോഴാണ് ഇവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇവരെ 2 സമുദായക്കാരെ തറഞ്ഞോടുകൂടി കൊല്ലാനാണ് നിൽക്കുന്നത്. ഭയങ്കര വഴക്കും, ഒരു നാടിൻ്റെ മൊത്തം പ്രശ്നമായിട്ട് മാറിയത്. അപ്പോൾ അതോട് കൂടിയിട്ട് ഇപ്പം എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പ്രേമം കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൂടിയിട്ട് അവനെ ഈ മെഴുതിരി കമ്പനിയിലത്തെ ജോലി മതിയാക്കി, പുള്ളിയും മതിയാക്കി. ഇവനെ നാട് കടത്താൻ വേണ്ടിയിട്ട് ഇവനെ എറണാകുളത്ത് കൊണ്ടുപോയിട്ട് ഈ ഫിലിം കമ്പനിയിൽ ചേർത്തു. അപ്പോൾ ഇവനെ നാട്ടിലേക്ക് വരണ്ടല്ലോ. ഇവൻ ഒറ്റ പോക്ക് പോയി കഴിഞ്ഞാൽ 2 മാസം 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ പല ഗെയിമുകൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് അങ്ങോട്ട് പോകും. അപ്പോൾ അവനെ 2-3 മാസം കഴിയുമ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും വിചാരിച്ചത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയായിട്ട് പോലുമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ പെണ്ണ് ഗർഭിണിയാണെന്നുള്ള ആർക്കും അറിയില്ല. അത് പെണ്ണിനും അറിയാം, ഇവനും അറിയാം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവൻ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ 2 അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഒരു രാത്രി അന്ന് ഈ
മുരട്ടുകാള കളിച്ച നമ്മുടെ ഗോപൻ കൊണ്ടുപോയ മുരട്ടുകാള കളിച്ച ആ സെൻറ്ററിലാണ് അവൻ നട്ടിട്ട് തോന്നുന്നു സിനിമ റെപ്പറായി ചെന്നത്. അവിടെ നിന്ന് അവർ രാത്രി ഇവിടെ അടുത്ത് വന്നിട്ട് ഇവിടെ രാത്രി തന്നെ ഇവിടെ ഇവൻ്റെ കൂടെ ഇറങ്ങി വന്നു. അവരാരും അറിയാണ്ട് സ്ഥലം വിട്ടു വന്നിട്ട് ഈ റെപ്രസെൻറ്റേറ്റീവ് സെൽവരാജിനോട് പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണ്, ഇപ്പോൾ തൽക്കാലം ഞങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമൊന്നുമില്ല, ഞങ്ങൾ ഈ റെപ്രസെൻറ്റേറ്റീവ് റൂമിൽ താമസിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾക്ക് സന്തോഷം. അയാൾ പറഞ്ഞു കഴിഞ്ഞോളൂ, നമുക്കത് കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് രജിസ്റ്റർ ചെയ്യാം അവിടെ എന്ന് പറഞ്ഞു. അയാൾ രജിസ്റ്റർ ചെയ്യാനും തയ്യാറായി. അതെല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുതരാം, സാക്ഷികളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി, നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം, നിങ്ങൾ രണ്ട് സമുദായം നമ്മൾ നോക്കേണ്ട കാര്യമില്ല, രണ്ടുപേരെ സ്നേഹിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണം എന്നാണ് സെൽവം പറഞ്ഞത്. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അപ്പോൾ അവനവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരവിടെ തന്നെ താമസം തുടങ്ങി, അവന് സിനിമ അറ്റൻഡ് ചെയ്യാം താമസം തുടങ്ങി. അങ്ങനെ പക്ഷെ പെണ്ണ് അവിടെ നിന്ന് കാണാണ്ടായതോടുകൂടി അവരവിടെ പ്രശ്നം ഉണ്ടാക്കി തന്നെയല്ല, ഇവൻ അന്വേഷിച്ചു തുടങ്ങി, ഇവൻ്റെ കൂടെയാണ് പോയി എന്നുള്ളത് രണ്ട് കൂട്ടർക്കും മനസ്സിലായി. രണ്ട് കൂട്ടരും അന്വേഷിച്ചു തുടങ്ങി. അങ്ങനെ ആ രണ്ട് കൂട്ടരും പോയിട്ട് എറണാകുളം ഇവൻ്റെ ഫിലിം കമ്പനിയിൽ പോയി അന്വേഷിച്ചു. കാലത്ത് ഫോണൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പിടിക്കാൻ എളുപ്പം, അത് പറ്റില്ലല്ലോ. അങ്ങനെ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഇവൻ്റെ കൊടുത്തു, ഇവനെ ഇന്ന സ്ഥലത്ത് അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മജീദിൻ്റെ അതുപോലെ തന്നെ ഇവരൊക്കെ എന്തുണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണിൻ്റെ വീട്ടുകാരാണ് കൂടുതൽ അന്വേഷിക്കുന്നത്. അങ്ങനെ ആ പെണ്ണിൻ്റെ വീട്ടുകാർ ഈ തിയേറ്ററിലേക്ക് സിനിമയ്ക്ക് വന്നു, ഒരാൾ സിനിമയ്ക്ക് വന്നു. അന്നപ്പോൾ ഇവരിവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അത് കഴിഞ്ഞ് ഇവരൊരു രാത്രിയിൽ ഒരു ജീപ്പ് ആൾക്കാർ വരുന്നുണ്ട് ഇവിടേക്ക് വന്നപ്പോൾ എൻ്റെ മജീദിൻ്റെ ആൾക്കാർ ഇവരെ തല്ലി കൊല്ലാൻ വരിക എന്നുള്ള അവിടെ നാട്ടിലറിഞ്ഞപ്പോൾ മജീദിൻ്റെ ആൾക്കാർ 2 ജീപ്പ് ആൾക്കാർ. അങ്ങനെ ഈ സെക്കൻഡ് ഷോ കഴിഞ്ഞ നേരത്ത് അപ്പോൾ അവരൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് മതി അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഷോ കഴിഞ്ഞ് ഇവർ രണ്ടുപേരും വാലടച്ചുകൊണ്ടിരുന്നെങ്കിൽ 3 ജീപ്പ് വന്ന് വീട്ടിൽ ഇത് നിൽക്കുന്നത്. അത് വന്ന് നിൽക്കല്ല, ഇവർ തമ്മിൽ തന്നെ വന്നവരെന്നെ പരസ്പരം അടിയും കൊത്തും ചവിട്ടും വെട്ടിയും ഓളിയിടലും ആകെ ബഹളം. ഇതൊക്കെ കണ്ടോടുകൂടി ഇവർ 2 പേടിച്ചു. ഇവർ 2 മനസ്സിലായി ഇവർ ഒരുമിച്ച് ജീവിക്കാനായിട്ട് അനുവദിക്കില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഈ വാതിൽ വന്ന് ചവിട്ടി പൊളിക്കാൻ നിൽക്കണം. കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ ശരിയാക്കും. അപ്പോൾ തന്നെ അവരൊരു തീരുമാനത്തിലെത്തും, ജീവിക്കാൻ എന്തായാലും ഒരു 2 സമുദായക്കാരൻ സമ്മതിക്കില്ല. നമുക്ക് മരിക്കാനായിട്ട് ആരും അനുവാദം വേണ്ടല്ലോ, നമ്മൾ 2 പേരും മാത്രം മതി അനുവാദം എന്ന് പറഞ്ഞ് ആ ജനറേറ്റർ ഒഴിക്കാനുള്ള മണ്ണെണ്ണ എടുത്തിട്ട് 10-20 ലിറ്റർ മണ്ണെണ്ണയുണ്ട്, അതിൽ കുറേ മണ്ണെണ്ണ എടുത്ത് തലയൊക്കെ ഒഴിച്ചിട്ട് തീ കത്തിച്ചു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തീ കണ്ടോട് കൂടിയിട്ട് അവർ അടിയും കുത്തും വെട്ടൊക്കെ കഴിഞ്ഞു. കുറേ ആൾക്കാർക്ക് പരിക്കൊക്കെ പറ്റി. അപ്പോഴേക്കും വന്ന് വാല് ചവിട്ടി പൊളിച്ചവരെ രക്ഷിക്കാൻ നോക്കുമ്പോഴേക്കും ഇവരാകെ വെണ്ണീറായി. ആ റൂമിൽ തന്നെ കരിഞ്ഞ് അവിടെ വീണു. ഇതുണ്ടായി. അപ്പോൾ പ്രേതമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ വെച്ചുതരാം. എന്നിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഗംഭീര സീൻസുകൾ വേറെ ഉണ്ട്, സംഭവങ്ങൾ, അത് ഞാൻ പിന്നെ പറയാം. ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണാം. അപ്പം ഈ മരിച്ചുപോയ പെൺകുട്ടി ആത്മാവിൻ്റെ രൂപത്തിൽ അവിടെ വരികയും പലരെയും ശല്യം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ സാക്ഷികളായി 2-3 പേരുണ്ട്. ഞങ്ങളെ ആത്മാവിൻ്റെ രൂപത്തിൽ വന്ന് ആ പെൺകുട്ടി സംസാരിച്ചെന്ന് പറയുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ ആത്മാവ് ഒന്ന് വേറൊരാളുടെ പേര് പറഞ്ഞാൽ ഇന്ത്യയിലെ ശിക്ഷാ നിയമപ്രകാരം തെളിവില്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ എവിഡൻസ്. അപ്പൊ ഞാൻ തളിപ്പറമ്പിൽ മരിച്ച ആളിനെ ആത്മാവിനെ വിളിച്ചു വരുത്തി കേസ് തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കേസ് ഡയറിയില്ല. പക്ഷെ ഈ കഥ ഇപ്പോഴും കേൾക്കുമ്പോൾ കളിയാക്കുന്നവരുമുണ്ട്, ഇതൊന്നും സത്യമല്ല എന്ന് പറയുന്നവരുണ്ട്. ആത്മാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ പറയും ചുത്ത കള്ളാന്ന് പറയും, മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ആത്മാവ് എന്താണെന്നുള്ളതാണ് പ്രശ്നം. അപ്പോ ചിലർ പറയും ദൈവമില്ല എന്ന് പറയും. ഇപ്പൊ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഭൂമിയിൽ ലക്ഷക്കണക്കിന് സ്പീഷീസ്, ഓരോന്നിന്റെ ശരീരം വളരെ. അപ്പൊ കേട്ടാ, ഇദ്ദേഹം ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ അതിലൊന്നും ഇല്ലല്ലോ. അതിനെക്കുറിച്ച് ഞാൻ നമുക്ക് പിന്നെ അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. നമുക്ക് കഥ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗോപൻ ഒരു സൈഡ് തളർന്നു. അങ്ങനെ മൂപ്പര് ഒരു കൊല്ലത്തോളം ചികിത്സയിലിരുന്നു. അത് കഴിഞ്ഞ ശേഷം മൂപ്പർക്ക് നടക്കാനായിട്ട് കുറേശ്ശെ നടക്കാൻ പറ്റി. അത് കഴിഞ്ഞ് പക്ഷേ കാലിൻ്റെ കാര്യത്തിൽ വളരെ ചൊണ്ടി നടക്കാം, കയ്യിന് വലിയ സ്വാധീനമില്ല. എന്നാലും ഇതൊക്കെ അറിഞ്ഞോട് കൂടിയിട്ട് പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞോട് കൂടിയിട്ട് അവൻ വീണ്ടും ജോലിക്ക് കയറി. പക്ഷേ ആ തിയേറ്ററിൽ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം യാദൃശ്ചികമായിട്ടൊരു രാത്രിയിൽ ഈ തിയേറ്റർ ഓലഷെഡ് കത്തി പോകുക പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഓലഷെഡ് കത്തി കഴിഞ്ഞാൽ പാലക്കാട് നിന്ന് ചെല്ലണം ഫയർഫോഴ്സ്. അപ്പോഴേക്കും വൈകുന്നേരം തീയൊക്കെ കണ്ട ആൾക്കാർ ഓടിയിട്ട് വരുമ്പോഴേക്കും നേരം വെളുക്കുമ്പോഴേക്കും ആ ജനറേറ്റർ റൂമും
അതുപോലെ തന്നെ ആ കേബിനും പടം പെടുന്ന ഒരു കേബിനുണ്ട്, അത് മാത്രമേ ടെറസായിട്ടുള്ളൂ, അത് മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാം കത്തിച്ചാമ്പലായി. അദ്ദേഹം വന്നിട്ട് ആകെ വിഷമായി അദ്ദേഹത്തിന്. ഇവിടെ നിന്നാ ഈ ഷോർട്ട് സർക്യൂട്ട്, അതിപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ പറയാം. എലക്ട്രിസിറ്റി വന്ന് നോക്കിയപ്പോഴും പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട്, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല. അന്നത് ഈ പാവത്തിന് അന്ന് ഇൻഷുറും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, 10 പൈസയും കിട്ടിയില്ല. അത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഇല്ലാത്ത കാശൊക്കെ അവിടെ നിന്ന് കടം മേടിച്ച് രണ്ടാമത് ഓല ഷെഡ് വെച്ചു. അതിൻ്റെ മുകളിൽ ഓലയൊക്കെ പെടുന്ന് ഈ പണി തുടങ്ങി. അപ്പോൾ ഈ ഭയങ്കര ഹൈറ്റാണ്. അന്നത്തെ കാലത്ത് കംപ്ലീറ്റ് തൂണുകളാണ് തിയേറ്ററിൻ്റെ ഉള്ളിൽ, ഈ ഓല ഷെഡിൻ്റെ ഉള്ളിൽ. അല്ലെങ്കിൽ അത് ഇന്നത്തെ കാലത്തെ പണിയൊന്നും വന്നില്ല, അതിന് ശേഷമാണ് തൂണുകളില്ലാണ്ടാക്കിയത്. ആ തൂണുകളൊക്കെ വെച്ച് പണീൻ്റെ അടുത്തിൽ അതിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ വീണ് മരിച്ചു. അപ്പോൾ 2 അപകടമായി. അത് പോരാഞ്ഞിട്ട് ഇതൊക്കെ പടം തുടങ്ങി അവിടെ നിന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ തിയേറ്ററിലെ കാർബൺ കത്തിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് പടം ഓടിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഗോൾഡ് പോലത്തെ ഒരു കോയിൽ പോലത്തെ ഒരു സാധനമുണ്ട്. ആ സാധനം ഇങ്ങനെ രണ്ടും കൂടി കൂട്ടി മുട്ടും. അപ്പോൾ ആ ലൈറ്റിലാണ് നമുക്ക് ഫിലിം ഓടുമ്പോൾ ആ ഫിലിം നമ്മൾ കാണുന്നത്. ചില നേരത്ത് ഫിലിം ഇങ്ങനെ മങ്ങി പോവും. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാർബൺ ഓട്ടോമാറ്റിക്കല്ല, നമ്മൾ തിരിച്ചു കൊടുക്കണം, ഓപ്പറേറ്റ് തിരിച്ചു കൊടുക്കുക. അപ്പോൾ അവൻ ചിലപ്പോൾ പോലെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയും, അല്ലെങ്കിൽ മറക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ തിയേറ്ററിൻ്റെ ഉള്ളിലത്തെ ഓടി വെക്കുമ്പോൾ ഓടി വന്നിട്ട് മുട്ടിക്കും. അപ്പോൾ പടം തെളിഞ്ഞു. അങ്ങനെ ഇനി ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ തന്നെ ഈ കാർബൺ കത്തിക്കൊണ്ട് അങ്ങനെ ഒരു അപകടമില്ലാത്തൊരു സംഭവം, അത് ഒരു പ്രശ്നമില്ല, അത്ര ഈസിയാണത്. അങ്ങനെ ഒരു പൊട്ടിത്തെറിച്ചുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആ കാർബണിൻ്റെ ആ ബോക്സാണ്, ഒരു ബോക്സ്, അത് ആ ബോക്സ് കൊണ്ട് പൊട്ടിത്തെറിച്ചു. എന്നിട്ട് അവൻ്റെ ഭയങ്കര പരിക്ക് പറ്റിയവന്. പിന്നെ അതോടുകൂടിയിട്ട് പിന്നെ അവന് ഓപ്പറേറ്റായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു അപകടം. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതൊക്കെ അന്ന് ആ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാക്കിയുള്ള ഒരു പ്രശ്നങ്ങളെ കൊണ്ടാണ്, നിങ്ങളിനി തിയേറ്റർ നിർത്തിക്കോ, അതാണ് നല്ലത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയോട് കൂടിയിട്ട് അങ്ങേർക്കും ഇതുപോലെ ഒരു അറ്റാക്ക് വന്നു. അങ്ങേര് പറഞ്ഞു നമുക്ക് തിയേറ്ററായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പർ അതൊക്കെ തിയേറ്ററിൻ്റെ പരിപാടിയെ മൂപ്പർ നിർത്തിയിട്ട് അവിടെ കുറേ നാൾ കാട് പിടിച്ച് കിടന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നാൾ പറഞ്ഞിട്ട് അവിടെ ഒരു വലിയൊരു കല്യാണ മണ്ഡപം പണിതു എന്ന് പറഞ്ഞിട്ട് സിനിമാ പരിപാടി അവിടെ നിർത്തി. അത് എന്നോട് ഈ പറഞ്ഞത് ഈ ഗോപൻ തന്നെയാണ്. ഈ ഗോപനെ നമുക്ക് എങ്ങനെ പരിചയം ഞാൻ പറഞ്ഞില്ല അല്ലേ. നമ്മൾ കുറേ കാലങ്ങൾക്ക് മുമ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ഇന്നത്തെ കാലത്തെ പോലെ ഒന്നല്ല. സിനിമ ഹോട്ടലിൽ നമുക്ക് വീട്ടിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം. അന്നത്തെ കാലത്ത് അതൊന്നും പറ്റില്ല. ഇന്നിപ്പോൾ നാട് മുഴുവൻ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന ആ പടം നാട് മുഴുവൻ കളിക്കുക, എല്ലാ തിയേറ്ററിലും നമുക്ക് പോയിട്ട് കാണാം. അന്നത്തെ കാലത്ത് തൃശ്ശൂർ രാമദാസിൽ ഒരു പടം വന്നു കഴിഞ്ഞാൽ അത് രാമദാസിൽ അവിടെ തൃശ്ശൂർ അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഉണ്ടെങ്കിൽ ചാലക്കുടി അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ, പിന്നെ എറണാകുളത്താണ് ഉണ്ടാവുക. അത്രയും ലിമിറ്റഡ് ഏരിയയിലാണ് പടം കളിക്കുള്ളൂ. അവിടെ കളിച്ച് തയമ്പായതിന് ശേഷമാണ് മറ്റുള്ളവർക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗംഭീര തിരക്കാണ് പടത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടിച്ച് കയറിയിട്ട് ആൾക്കാർ വരിക. അന്നത്തെ പോലത്തെ തിരക്കൊന്നും ഇന്നത്തെ കാലത്ത് ഇല്ല. അതേപോലെ ആൾക്കാർ പടത്തിൻ്റെ എല്ലാവർക്കും ആദ്യം കാണണം, എന്ത് ചെയ്യുക. അപ്പം നമ്മളെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റെപ്രസെൻറ്റേറ്റീവ്മാരെ കാര്യങ്ങളറിയാം. അവരൊക്കെ എവിടെയൊക്കെ താമസിക്കുന്നത് എവിടെയും നമ്മൾ അന്വേഷിക്കും. അപ്പോൾ രാമദാസ് തിയേറ്ററിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എപ്പോഴും താമസിക്കുക അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ഇപ്പോൾ പെൻസോല ബാറാണ്. അന്ന് അവിടെ പെൻസോല ബാറില്ല, അവിടെ ചെറിയ റൂമുകളാണ്, ലൈൻ റൂമുകൾ. അതിൻ്റെ ഒരു റൂമാണ് രാമദാസ് തിയേറ്ററിൽ അവർക്ക് റെപ്രസെൻറ്റേറ്റീവ് എടുത്തു കൊടുക്കുന്നത്. നമ്മൾ നേരിട്ട് അങ്ങോട്ട് ചെല്ലും. അപ്പോൾ അവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നക്കാപ്പിച്ച കാശെല്ലാം കിട്ടില്ല. നമ്മളെന്തെങ്കിലുമൊക്കെ സിഗരറ്റ് വലിക്കുന്ന സിഗരറ്റ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഓടിച്ചു കൊടുക്കും. എന്നിട്ട് പറയും നമുക്കൊരു 4 ടിക്കറ്റ് വേണം കേട്ടോ എന്ന് പറയും. അപ്പോൾ അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗോപൻ്റെ അടുത്ത് നമ്മൾ ഗോപനെ പരിചയമുണ്ട്. അപ്പോൾ അവനെ ഗോപൻ്റെ അടുത്ത് ചെല്ലും. അപ്പോൾ ഗോപൻ അങ്ങനെ നമുക്ക് ടിക്കറ്റ് എടുത്ത് തരും. അപ്പോൾ നമുക്ക് വലിയൊരു സന്തോഷം. അവിടെയൊക്കെ ആദ്യം ടിക്കറ്റ് കിട്ടുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു രാജാവിനെ പോലെ നമ്മൾ ആദ്യമായിട്ട് ആ ടിക്കറ്റ് മേടിച്ച് ടിക്കറ്റ് കൗണ്ടറിൽ കൊടുക്കണതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ടിക്കറ്റ് കൊടുത്ത് തിയേറ്ററിൽ കയറുമ്പോൾ ഒരു അന്തസ്സ തന്നത്തെ കാലത്ത്. ഇന്നൊരു അന്തസ്സുമില്ല. ഇത്രയും ജനങ്ങൾ കാത്തു നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യം റെപ്രസെൻറ്റേറ്റീവ് ടിക്കറ്റ് കൊണ്ടുവരിക. റെപ്രസെൻറ്റേറ്റീവിൻ്റെ സുഹൃത്തിന് ഞാനെന്ന് അറിയുമ്പോൾ ആ തിയേറ്ററുകാർക്ക് നമ്മളോടുള്ളൊരു സന്തോഷം, സ്നേഹം, അതൊക്കെ ഒരു വലിയൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ആ പടം മാറി കഴിഞ്ഞാൽ ഇപ്പോൾ ഗോപൻ പോവും. അപ്പോൾ പിന്നെ ചെന്നാലും നമുക്ക് അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് കിട്ടും. അതിന് ഗോപൻ്റെ സുഹൃത്തല്ലേ, ആ മൂപ്പര് പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. പിന്നെ പോരാതിന് സെഞ്ചുറി വില്യംസാണ്, അവിടെ എത്രയോ പടങ്ങൾ കളിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഞാൻ ഇതുപോലെ അന്ന് പടത്തിൻ്റെ നേരത്തെ വന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നൊരു ഇതാണെന്നോ. അപ്പോൾ ഒരു ഭയങ്കര തിരക്കില്ലാത്തൊരു പടമാണ്. അപ്പോൾ ഞാനിങ്ങനെ മൂപ്പരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂപ്പരായി കയ്യും കാലിനും എന്ത് പറ്റിയെന്ന് ചോദിച്ചതാണ്. അപ്പോഴാണ് മൂപ്പര് പറഞ്ഞത് ഇത് ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടെന്ന്. ഞാൻ ഈ പറഞ്ഞ കഥകളൊക്കെ ഗോപൻ അപ്പോഴാണ് പറയണത്. അപ്പോൾ ഇപ്പോഴും ഈ ഗോപൻ ഫിലിം റെപ്രസെൻറ്റേറ്റീവ് വയസ്സൊക്കെ ആയി, മൂപ്പർക്ക് പ്രായമായി.
എന്നാലും ആ കയ്യും കാലും ഇപ്പോഴും ശരിയായിട്ടില്ല. കയ്യും കാലും അതേപോലെ തന്നെ ഇപ്പോഴും മൂപ്പര് നിൽക്കുന്നത്. അന്നത്തെ ആ കാര്യം പറയുമ്പോൾ മൂപ്പര് ഇപ്പോഴും പേടിക്കുക എന്ന് പറയുന്നത്, ഞെട്ടുക എന്ന് പറയണത് ആ ഒരു രംഗം കണ്ടിട്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സമയത്ത് ഉണ്ടാവണേക്കാളും വലിയ ഞെട്ടലാണ് മൂപ്പർക്ക് ഈ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്ന ആ റൂമിൽ എന്ന് പറഞ്ഞപ്പോഴാണ് കൂടുതൽ അയാൾക്ക് പ്രശ്നങ്ങളായത്. കുറേ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോഴാണെന്ന് പറയുന്നത്. എന്നാൽ ഇത് കാണുമ്പോൾ മൂപ്പർക്ക് അന്നത് കണ്ടപ്പോൾ അത്ര ഒരു ഭീകരത മൂപ്പർക്ക് തോന്നിയില്ല. ആരോ മൂപ്പര് അടുത്ത് വന്നിരിക്കണമെന്ന് മാത്രം മൂപ്പർക്ക് തോന്നിയുള്ളൂ. അത് സ്വപ്നമായിരിക്കാം, വേറെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ ഈ വന്നിരിക്കുന്ന ആളെ മൂപ്പര് വ്യക്തമായിട്ട് പറഞ്ഞു, ഈ ഇരിക്കുന്ന ആളെ എന്തെങ്കിലും തല്ലാനോ കുത്താനോ ഈ രൂപത്തിനൊന്നും എന്തെങ്കിലും ചെയ്യാനായിട്ട് കൂടുതൽ നോക്കിയിട്ട് മൂപ്പരെ കയ്യും കാലം അനങ്ങണില്ല, ഓളിടാനായിട്ട് നാവ് പൊന്തിടില്ല. അവൻ എന്ത് ചെയ്യാമെന്ന് ചോദിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓർമ്മ പോയിന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇത്രയൊക്കെ കേട്ടിട്ടും പ്രേതം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരോട് നമുക്ക് ഒറ്റ കാര്യം പറയുള്ളൂ, വിശ്വസിക്കേണ്ട, പ്രേതമില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.